ബേബി യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ സ്റ്റാറാണ്. നമ്മുടെ ലൂസിഫറിലൊക്കെ ഉള്ള നെടുമ്പള്ളി സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലൊരു ഒരു 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 പുതിയ കാലത്തെ ഒരു നെടുമ്പള്ളി സ്റ്റീഫനാണ് ബേബി എന്ന് കാത്തിരുന്നോ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബേബി എന്ന് പറയുന്നയാൾ ഇന്ന് കേരളത്തിൽ CPM ഏറ്റവും വലിയ കളിക്കാരനാണ്. ആ ബേബി ആദ്യം VS വേണ്ടിയും പിന്നെ പിണറായിക്ക് വേണ്ടിയും ഈ പാർട്ടി സംവിധാനത്തെ കയ്യിലിട്ടിങ്ങനെ കറക്കിയവനാണ് ബേബി. പിണറായി വിജയനെ എതിർക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിലുണ്ട്, പിണറായി വിജയനെ എതിർക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ എതിർക്കുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താ? എതിർത്താൽ ആരുണ്ട് സംരക്ഷിക്കാൻ? ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ബേബിയുടെ പേര് നിർദ്ദേശിക്കുകയും പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുത്തിട്ടുള്ള അശോക് ധാവളെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നതിനകത്തും വലിയൊരു മെസ്സേജ് കിടപ്പുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. MA ബേബിക്ക് ഇന്ത്യയിലെ CPM-നെ എത്രത്തോളം ഉയരത്തിലേക്ക് നയിക്കാൻ സാധിക്കും? അതാണ് ഇപ്പോഴത്തെ ചർച്ച. അദ്ദേഹം CPM ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമുള്ള ഗതിവിഗതികൾ രാഷ്ട്രീയ നിരൂപകർ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ്. വരും നാളുകൾ CPM-ന് പുതിയ ഗതിവേഗം ലഭിക്കുമെന്നവർ പറയുകയാണ്. നമുക്ക് പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അങ്ങ് നമ്മുടെ വേദിയിൽ തന്നെ പറഞ്ഞത് MA ബേബിക്ക് കഴിവുണ്ടെങ്കിലും അർഹതയുണ്ടെങ്കിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് വരാൻ അനുവദിക്കില്ല, പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ MA ബേബി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. ഞാൻ അത് കൃത്യമായി പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായി ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് പിണറായി വിജയൻ്റെ കയ്യിലാണ് കേരളത്തിലെ പാർട്ടി. കേരളത്തിൽ മാത്രമേ പാർട്ടി ഉള്ളൂ. കേന്ദ്ര പാർട്ടിയിലും പിണറായി വിജയനുള്ള സ്വാധീനം നിർണായകമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിണറായി വിജയന് താല്പര്യമില്ലാത്ത ഒരാൾ കേരളത്തിൽ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വരാനുള്ള സാധ്യതയില്ല. പിണറായി വിജയൻ അതിനനുവദിക്കില്ല. കാരണം തന്നെക്കാൾ വലിയൊരു അധികാര കേന്ദ്രത്തിനെ പിണറായി വിജയൻ കേരളത്തിൽ വെച്ച് പൊറപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് നിർണായകമായ സ്വാധീനമുള്ളിടത്തോളം കാലം പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ പിണറായി വിജയൻ ദേശീയ സെക്രട്ടറിയായി നിർദ്ദേശിച്ചു. ഇതായിരുന്നു എൻ്റെ വാദം. അതെ. എന്നാൽ ആ വാദം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം തീയതിക്ക് മുമ്പാണ് ഞാൻ നടത്തിയത്. 2 മുതൽ 6 വരെ ആയിരുന്നല്ലോ പാർട്ടി കോൺഗ്രസ്. 3-ാം തീയതിക്ക് മുമ്പാണ് നടത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ 3-ാം തീയതിക്ക് മുമ്പും 3-ാം തീയതി ശേഷവും എന്ന് പറഞ്ഞിട്ട് CPM രാഷ്ട്രീയത്തെ രണ്ടായിട്ട് കാണാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം 3-ാം തീയതി ഒരു ഇടിത്തി വീണു, ഒരു ബോംബ് വീണു 3-ാം തീയതി. ആ ബോംബാണ് പിണറായി വിജയൻ്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൊടുത്ത അംഗീകാരം. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 2.7 കോടി രൂപയുടെ ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസിൽ പ്രതിയാണ്. 447 എന്ന് പറഞ്ഞ കമ്പനി ആക്ടിലെ വകുപ്പ് അനുസരിച്ച് 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പിണറായി വിജയൻ്റെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം എനിക്ക് തോന്നുന്നു 3-ാം തീയതി മറ്റാണ് കൊടുത്തത്. ആ 3-ാം തീയതിക്ക് ശേഷമുള്ള CPM രാഷ്ട്രീയമുണ്ട്. അത് വളരെ നിർണായകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ബേബി ഇപ്പോൾ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയതു തന്നെ ഈ ബോംബ് വീണതിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരുപക്ഷെ ഈ ബോംബ് വീണില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേബി ആകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് എൻ്റെ വാദം. അപ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ആ നിഗമനം എന്ന് പറയുന്നത് ബേബിയുടെ സ്ഥാനാരോഹണം സിനോണിമസ് വിത്ത് പിണറായി വിജയൻ്റെ സ്വാധീനക്കുറവ്, ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തണം എന്നാണ്. അതുകൊണ്ട് തന്നെ ബേബിയുടെ വരവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കാണേണ്ടത്. അതായത് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ആ ബോംബ് വീണു, SFIO വിചാരണ ചെയ്യും അല്ലെങ്കിൽ ആ പ്രോസിക്യൂഷൻ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ
ആ ബോംബ് വീണതിന് ശേഷം അതിനെ വലിയൊരു ബോംബാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആരൊക്കെയോ ഉണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ബോംബ് വീണത് പിണറായി വിജയന് CPM-ലുള്ള അപ്രമാദിത്വത്തെ വലിയ തോതിൽ ബാധിച്ചു. ഞാനതിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ 24-ാം പാർട്ടി കോൺഗ്രസ് പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ പട്ടാഭിഷേകം ആകേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്നാൽ ഈ ബോംബ് പിണറായി വിജയനെ തീർത്തും നിരായുധനാക്കി കളഞ്ഞു. ഈ ബോംബ് പിണറായി വിജയനെ തീർത്തും പ്രതിരോധത്തിലാക്കി കളഞ്ഞു. ഈ ബോംബ് പിണറായി വിജയന് CPM-ലുള്ള സ്വാധീനത്തിൽ വലിയ തോതിലുള്ള കുറവ് വരുത്തി. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ CPM-ൻ്റെ ഫണ്ട് വരുന്നത് കേരളത്തിലെ CPM-ൽ നിന്ന് തന്നെയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പിണറായി വിജയൻ അനഭിബന്ധനായ ഒരാളെ പാർട്ടിയുടെ ഏറ്റവും മുകളിൽ എത്തിക്കുവാൻ ആര് മുൻകൈ എടുക്കും, അല്ലെങ്കിൽ ആര് ശ്രമിക്കും എന്നുള്ളതൊരു പ്രധാന ചർച്ചയായിരുന്നു. ലിയോ ഇപ്പം ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി നേരിടുന്നത് എന്ത് പ്രശ്നമാണ്? CPM എന്ന് പറഞ്ഞ പാർട്ടി നേരിടുന്നത് ഒരു അതിജീവന പ്രശ്നമാണ്. നിലനിൽപ്പിൻ്റെ പ്രശ്നം. CPM എന്ന് പറഞ്ഞ പാർട്ടി നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്. അതാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ലിയോ പറഞ്ഞ പോയിന്റുകളൊക്കെ ശരിയാണ്. കാരണം പാർട്ടി ഉണ്ടെങ്കിൽ എവിടെ കറണ്ട് ബില്ലടയ്ക്കാനും വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കാനും കാറൂലി കൊടുക്കാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. കാരണം പാർട്ടി ഉണ്ടെങ്കിലേ പാർട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കറണ്ട് ചാർജും ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പാർട്ടി ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യും? അപ്പം CPM നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? CPM നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPM-ൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ സസ്റ്റനൻസിൻ്റെ പ്രശ്നമാണ്. അതായത് കുറച്ച് നാൾ ഇങ്ങനെ എരിഞ്ഞ് കത്തി പോയാൽ തന്നെയും അതങ്ങ് അടങ്ങിപ്പോകും. അതാണ് പ്രശ്നം. കാരണം ബംഗാളിൽ അതില്ലാത്തതിൻ്റെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ത്രിപുരയിൽ അതില്ലാത്തതിൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPM-ൻ്റെ ഇപ്പോഴത്തെ പോക്ക്, CPM-ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, CPM-ൻ്റെ ജീർണത, ആ CPM-നെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ത്യയിൽ ആകെപ്പാടെയുള്ള CPM-ൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ 28 സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളെ വലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPM നിലനിൽക്കൂ ഇല്ലയോ എന്നുള്ളതാണ്. സ്വാഭാവികമായും പിണറായി വിജയനെതിരെ വരുന്ന ഈ ആരോപണങ്ങൾ CPM-ൻ്റെ സസ്റ്റനൻസിനെ, അതിൻ്റെ എക്സിസ്റ്റൻസിനെ, അതിൻ്റെ അതിജീവനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച അവിടെ വന്നു. ആ ചർച്ച അവിടെ നടന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MP ഗോവിന്ദനെതിരായിട്ടുള്ള വിഷയവും വന്നു, രാജേഷ് കൃഷ്ണയുടെ വിഷയം വന്നു. ആ വിഷയത്തിലും ശക്തമായി ഇടപെടുകയും രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കരുതെന്ന് പറയുകയും ചെയ്ത ആൾ അശോക് ധാവളെ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും സ്വാധീനമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം ധാവളയും ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും കേരള ഘടകവുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ചർച്ചയും കാര്യങ്ങളും പാർട്ടി കോൺഗ്രസിൽ നടക്കുകയും അത് കേരള ഘടകത്തിൻ്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും ദൗർബല്യത്തിലേക്ക് അത് മാറുകയും ചെയ്തു. മനസ്സിലായോ? അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ബേബി ഉയർന്നു വന്നതെന്ന് നമ്മൾ കാണണം. ബേബി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് പറയട്ടെ, ഞാൻ അതിലേക്ക് പോകാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോളിറ്റ് ബ്യൂറോയിൽ ജനറൽ സെക്രട്ടറി ആരാണെന്നുള്ള ചർച്ച സംബന്ധിച്ച് പത്രങ്ങളിലൊക്കെ വരുന്നത് പ്രകാശ് കാരാട്ട് ശുപാർശ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. അപ്പോൾ പത്രങ്ങളിൽ വന്ന എന്താണ്, പാർട്ടിയുടെ ബംഗാൾ ഘടകം എതിർത്തു, അവർ അശോക് ധാവളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രകാശ് കാരാട്ടൊക്കെ എതിർത്തു. അങ്ങനെ ബംഗാൾ ഘടകത്തിൻ്റെ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടില്ല. അങ്ങനെ പ്രകാശ് കാരാട്ട് ബേബിയുടെ പേര് നിർദ്ദേശിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ബംഗാൾ ഘടകമാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചെന്നുള്ളതാണ്. ബംഗാൾ ഘടകത്തിന് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം നിർദ്ദേശിക്കുകയും അശോക് ധാവളെ പിന്തുണയ്ക്കുകയും ചെയ്തപ്പോഴാണ് ബേബി വരുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗാൾ ഘടകമാണ് ശരിക്കും കേരള ഘടകവുമായി ഏറ്റവും തർക്കിച്ച് നിൽക്കുന്ന ഒരു ഘടകം. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ബംഗാൾ ഘടകമാണ് ബേബിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, അശോക് ധാവളെ എന്ന് പറഞ്ഞിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറിനാണ് ഈ പിണറായിയുടെ നേതൃത്വത്തിൽ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നയങ്ങളെയും അതിശക്തമായി എതിർക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പം ഇനിയിപ്പോ അശോക് ധാവളെ അവിടെ അഹമ്മദാബാദിലെ അലഹബാദിലെ കണ്ടുവന്ന ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ പദ്ധതി അതിരൂക്ഷമായി എതിർത്ത അദ്ദേഹമാണ്. കേരളയിലും അതിരൂക്ഷമായി എതിർത്ത അദ്ദേഹമാണ്. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ബേബിയുടെ പേര് നിർദ്ദേശിക്കുകയും പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുത്തിട്ടുള്ള അശോക് ധാവളെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നതിനകത്തും വലിയൊരു മെസ്സേജ് കിടപ്പുണ്ട്.
ആ മെസ്സേജ് എന്ന് പറയുന്നത് പിന്നെ ബേബി കേരള ഘടകത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല ദേശീയ ജനറൽ സെക്രട്ടറി ആയതെന്നും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ ഒരു യോജിപ്പ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അവരുടെ പ്രതിനിധിയായിട്ടാണ് ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ളതെന്നുള്ളതാണ്. മറുഭാഗത്ത് അത് ഡയറക്റ്റായിട്ട് കാണിക്കുന്നത് തന്നെ പിണറായി വിജയൻ്റെ വീഴ്ചയിലേക്കാണ്, പിണറായി വിജയൻ്റെ ദൗർബല്യത്തിലേക്കാണ്. അതാണ് ആദ്യ ഭാഗം. അശോക് ധാവളെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ആശയങ്ങളോട് അടുത്തു നിന്ന ഒരു നേതാവ് തന്നെ ആയിരുന്നില്ലേ? അശോക് ധാവളെ VSന് ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു. അത് ശരി, മനസ്സിലായില്ലേ? അശോക് ധാവളെ എന്ന് പറയുന്നത് എനിക്കൊന്ന് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ വിപ്ലവ വീര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. മനസ്സിലായി? അപ്പോൾ ആ അശോക് ധാവളയും ബംഗാൾ ഘടകവും കൂടെ ചേർന്നിട്ടാണ് ബേബിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചില വാദം ഉയർന്നത് അശോക് ധാവളയെ ഒതുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ആൾക്കാർ തന്നെ, നേതാക്കൾ തന്നെ ബേബിയുടെ പേര് നിർദ്ദേശിച്ചതാണ് എന്നാണ് കേൾക്കുന്നത്. അതായത് ബേബി സീനിയറാണ്, അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാവളയെ ഒതുക്കാൻ വേണ്ടി അങ്ങനെ ആവാനുള്ള സാധ്യത. അല്ലയോ, അതിനകത്ത് യാതൊരു അർത്ഥമില്ല. എന്താ കാര്യം എന്ന് അറിയാം? ഞാൻ അതിനകത്ത് ബേബിക്ക് അനുകൂലമായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ 6 പേര് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പ്രായപരിധി കൊണ്ട് പോയി. എനിക്കൊന്ന് തപൻസൻ പോയി, സുർജയകാന്ത മിശ്ര പോയി, പിന്നെ പ്രകാശ് കാരാട്ട് പോയി, സുഭാഷിണി അലി പോയി, വൃന്ദാക്കാരാട്ട് പോയി, വേറൊരാൾ, 6 പേര് പോയി. ഈ 6 പേര് പോയി കഴിയുമ്പോൾ പിന്നുള്ളതിൽ വെച്ച് പിണറായി വിജയനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ഇയാളാണ്. 2012 മറ്റോ ആയത്. അശോക് ധാവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ബേബിയേക്കാൾ ജൂനിയറാണ്. പിന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. മനസ്സിലായി? പക്ഷേ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ അത് പിണറായി വിജയൻ്റെ ദൗർബല്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ വാദം, പിണറായി വിജയൻ ബേബി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയന് CPM-ൽ നിർണായക ശക്തിയുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് രായ്ക്ക് രാമാനം തലകുത്തി മറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വരുന്ന നിരീക്ഷണം എന്താണ്? ബേബി ആയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ ദൗർബല്യം കൊണ്ട് മാത്രമാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ബേബിയുടെ പേര് നിർദ്ദേശിക്കുന്നതിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു വനിത എന്നുള്ള നിലയിലും പ്രായപരിധി പരിഗണന വേവ് ചെയ്തും വൃന്ദാക്കാരനെ ആക്കണമെന്നായിരുന്നു പിണറായി വിജയൻ്റെ താല്പര്യം. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനോടൊപ്പം ദീർഘകാലം നിന്ന പ്രകാശ് കാരാട്ട് പോലും പിണറായി വിജയനെതിരായി ബേബി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ്, ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ ദൗർബല്യമാണ് ബേബിയുടെ വരവ് കാണിക്കുന്നത്. അത് ഒരു വശം. ഇനി രണ്ടാമത്തെ വശമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പാർട്ടിയിൽ ഇതെന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ആ ഒറ്റ സംഭവം കൊണ്ട് ആ ബോംബ് അത്രയേറെ ശക്തമാണ്, വീര്യമേറിയതാണ് എന്നല്ലേ തെളിയിക്കുന്നത്. ഇനിയിപ്പോൾ ഈ SFIO അന്വേഷണത്തെ അല്ലെങ്കിൽ ആ വിചാരണ നേരിടണം എന്നുള്ള ആ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ, വിധി വന്നതിന് പിന്നാലെ അത് അത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ഇഷ്യൂ ആയിരിക്കില്ലേ അത്? അല്ലാതെ വലിയ ഞാനൊരു കാര്യം പറയും. ഇപ്പം നമ്മളിപ്പം ഈ കേസിനെ നമുക്ക് ലാവ്ലിൻ കേസുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ലാവ്ലിൻ കേസാണല്ലോ പിണറായി വിജയൻ നേരത്തെ നേരിട്ടത്. ലാവ്ലിൻ കേസ് ഇതുമായി ബന്ധപ്പെടുമ്പോൾ ഇത് വളരെ സീരിയസ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ലാവ്ലിൻ കേസിൽ ടെക്നിക്കലായി പിണറായി ഇപ്പോൾ പ്രതിയല്ല. കാരണം പിണറായി ഉൾപ്പെടെ 3 പേരെ വെറുതെ വിട്ടതിനെതിരെ CBI സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതികമായി അയാളിപ്പോൾ അതിനകത്ത് പ്രതിയല്ല. ആസ് ഓഫ് നൗ അയാളെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ്. മനസ്സിലായി? അത് തെറ്റാണെന്നും പറഞ്ഞ് അവർ അപ്പീൽ കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്താ? പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ മകൾ ഈ കേസിൽ പ്രതിയാണ്. 1. 2, അവർക്കെതിരെ ചുമത്തിരിക്കുന്ന കുറ്റം വളരെ ഗുരുതരമാണ്. 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കമ്പനി ആക്ടിലെ 447 എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പാണ്. രണ്ടാമത്. മൂന്നാമത്തെ പ്രശ്നം, അവരെ വിചാരണ ചെയ്യാൻ, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. നാലാമത്തെ പ്രശ്നം, അവരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് വളരെ ഗുരുതരമാണ്. ഇനി അതിനകത്തുള്ള അടുത്ത പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? നാളെ വീണ വിജയന് സമൻസ് വരും. കാരണം അവർ ഒരു പ്രതിയല്ലേ, സമൻസ് വരും. അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും.
മനസ്സിലായോ? നാളെ വേണമെങ്കിൽ പിന്നെ SFIOയ്ക്ക് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും. മനസ്സിലായോ? കുറ്റപത്രം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഒരു കോടതി പോകുമ്പോൾ കുറ്റപത്രം ചിലപ്പോൾ കോടതി തള്ളും. അപ്പോൾ അടുത്ത പ്രതിസന്ധി വരും. അപ്പോൾ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകളായി വരാൻ പോവുകയാണ്. ഇത് പോളിറ്റ് ബ്യൂറോയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അവർ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പിണറായി വിജയൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളത് അവർക്കറിയാം. മനസ്സിലായി? അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലുള്ള സ്വാധീനം വലുതായി കുറഞ്ഞതെന്നും എനിക്ക് കിട്ടുന്ന വിവരം ഈ ബോംബ് വന്ന് വീണതിനെ തുടർന്ന് പിണറായി വിജയൻ വളരെ നിശബ്ദനായിപ്പോയി, പാർട്ടി കോൺഗ്രസിൽ ആകെ നിശബ്ദനായിപ്പോയി എന്നാണ് എനിക്ക് കേൾക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ബോംബ് വന്ന് വീണതിനെ തുടർന്ന് പിണറായി വിജയന് വേണ്ടി മറ്റ് സംസ്ഥാന പ്രതിനിധികളൊക്കെ ആയി ട്രാൻസാക്ട് ചെയ്തിരുന്ന ആളുകളെല്ലാം ആ പണി പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. കാരണം അവരുടെ പാർട്ടി കോൺഗ്രസ് ആകെ അന്താളിച്ചു പോയി. അവർക്ക് ഈ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് നമുക്കറിയാവുന്ന പോലെ അറിയാൻ പാടില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ മകളെ കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാൻ അവരാകെ ഷോക്ക്ഡായി പോയി. മനസ്സിലായി? ആ ഷോക്ക് ശരിക്കും പോളിറ്റ് ബ്യൂറോയൊക്കെ വല്ലാതെ ബാധിച്ചു. മനസ്സിലായി? അപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ളവർക്കൊക്കെ കൂടുതൽ പ്രശ്നമായത് എന്താണ്? ഇതിനു മുമ്പ് ലാവ്ലിൻ കേസ് വന്നപ്പോഴും ഇതേ പ്രതിസന്ധി അവർ നേരിട്ടതാണ്. മനസ്സിലായി? അപ്പം അതിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ്റെ ഭാഗമായി പിണറായി വിജയൻ ഈ പാർട്ടി സംവിധാനത്തിന് മേലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികൾക്ക് മേലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് മേലുള്ള പിന്നെ സ്വാധീനം പടേന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ അവസാനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് അതേ വീഴ്ച സംസ്ഥാന ഘടകത്തിലും അദ്ദേഹത്തിൻ്റെ പിടുത്തത്തിൽ ഉണ്ടാകും എന്നാണോ? അതായത് അദ്ദേഹത്തിൻ്റെ കൈപ്പിടിക്കുള്ളിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിലെ പാർട്ടി അങ്ങനെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി, അതേ മാറ്റം കേരള ഘടകത്തിൽ ഉണ്ടാകുമെന്നാണോ അങ്ങ് പറയുന്നത്? ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഈ കേരളത്തിലെ പാർട്ടി പിണറായി വിജയൻ്റെ കാൽ കീഴിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും നമ്മൾ കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി ഇത് നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന് കേരളത്തിലെ പാർട്ടിയിൽ ബദലില്ല എന്നുള്ളത്. ഇപ്പോൾ BJPക്കകത്ത് മോഡി എന്ന് പറയുന്നത് പോലെയാണ് CPM-നകത്ത് പിണറായി. ബദലില്ല നമ്മൾ പറയാൻ കാര്യം എന്താ? 2014 വരെ പിണറായി വിജയന് ബദൽ ഉണ്ടായിരുന്നു. 2014 വരെ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായി ഇതിനകത്ത് രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു, രണ്ട് പക്ഷത്ത് നിൽക്കാനും ആളുകളുണ്ടായിരുന്നു. എന്നാൽ 2014 ലാവ്ലിൻ കേസ് വന്ന് പിണറായി വിജയനെ കുറ്റമുക്തനാക്കി കൂടി ഫലത്തിൽ അച്യുതാനന്ദൻ അപ്രത്യക്ഷനായി. പിന്നീട് കുറച്ചാളും കൂടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും പൊളിറ്റിക്കലായി പിണറായിക്കെതിരായിട്ടുള്ള സമരം 2014 VS അച്യുതാനന്ദൻ അവസാനിപ്പിച്ചു. മനസ്സിലായി? അതിനെ തുടർന്ന് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അതിനുശേഷം അയാളുടെ ഒരു സ്വാധീനം ഏതാണ്ട് പൂർണ്ണതയിലെത്തിയത് ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താണ്? പിണറായി വിജയൻ എൻ്റെ കാൽ കീഴിൽ പാർട്ടി വരാനും പിണറായി വിജയൻ അപ്രമാദിയാവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന് ബദലില്ല എന്നുള്ളതായി. പിണറായി വിജയൻ എതിർക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിലുണ്ട്, പിണറായി വിജയൻ എതിർക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ എതിർക്കുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താ? എതിർത്താൽ ആരുണ്ട് സംരക്ഷിക്കാൻ? നിൽക്കാൻ ആരുണ്ട്? അന്ന് VS ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പർ പോലും തെറ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ VS ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇന്ന് എതിർക്കണമെന്നുള്ള ആർക്കും എതിർക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ ആളില്ല. ഇതാണ് അവരെ ഒരു പ്രതിരോധത്തിലേക്ക്, ഡിഫെൻസീവിലേക്ക് കൊണ്ടുപോയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അവിടെയാണ് ബദൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ആ ബദൽ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലുള്ളൊരു ബദലായി വന്നിരിക്കുന്നു. അപ്പോൾ ബേബിക്ക് പക്ഷേ ഈ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എത്രത്തോളം ഡോമിനൻ്റായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്ന ബേബി എന്ന് പറയുന്നത് വളരെ സൗമ്യനായിട്ടുള്ള, ബൗദ്ധികമായ ഉന്നതതലത്തിൽ നിൽക്കുന്ന ആ ഒരു ലൈനിൽ പോകുന്ന നേതാവാണ്. അദ്ദേഹത്തിന് എത്രത്തോളം ഈ അഗ്രസീവായിട്ടുള്ള, എല്ലാം അടക്കി വാഴുന്ന ഒരു നേതാവിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ പ്രശ്നം CPM എന്ന് പറഞ്ഞ പാർട്ടിയിലെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. അതെ, പരമോന്നത നേതാവ് അദ്ദേഹമാണ്. ഈ പോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇൻഫാലിബിളാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രകാശ് കാരാട്ടിനെയും ഒരു പരിധിവരെ യെച്ചൂരിയെയും ഒക്കെ തന്നെ പിണറായി വിജയൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. അപ്പം ഏറ്റവും പരമോന്നത നേതാവാണ് അദ്ദേഹം. രണ്ട്, ലിയോയ്ക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്നറിയാമോ? ലിയോയ്ക്ക് തെറ്റുപറ്റിയത് ബേബിയെ വിശകലനം ചെയ്യുന്നതിലാണ്.
ബേബിയെ വിശകലനം ചെയ്യുമ്പോൾ ലിയോയ്ക്ക് തെറ്റുപറ്റുന്ന ലിയോയെ പോലൊരു ചെറുപ്പക്കാരൻ ലിയോ പറയുന്നത് പോലൊരു ബേബിയെ കണ്ടിട്ടുള്ളൂ. ഒരു ബുദ്ധിജീവി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു ഈ പറഞ്ഞ പോലെ സോഫ്റ്റായി പെരുമാറുന്ന ഒരാൾ, ഒരു ബുദ്ധിജീവി, തോൾസഞ്ചി. അതല്ല ബേബി. ബേബി യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥ ബേബിയെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ 1998 പോകണം. 1998 പാലക്കാട് ഒരു സംസ്ഥാന സമ്മേളനം നടന്നു. ആ സംസ്ഥാന സമ്മേളനം നടക്കുമ്പം അന്നത്തെ വിഭാഗീയത എന്ന് പറയുന്നത് CITU വേഴ്സസ് VS ആയിരുന്നു. അന്നത്തെ CITU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലത്തെ ഈ കൂറ ഈ എന്താണ് എളമരം കരീമിനെ പോലുള്ള ഈ തേർഡ് റേറ്റ് ആളുകൾ നേതൃത്വം നൽകുന്ന CITU ആയിരുന്നില്ല ഇന്നത്തെ CITU. ഇന്നത്തെ CITU എന്ന് പറഞ്ഞാൽ ബാലാനന്ദ്, KN രവീന്ദ്രനാഥ്, IV ദാസ്, O ഭരതൻ, പാർട്ടിയിലെ സ്റ്റാൾവാർഡ്സിൻ്റെ ഒരു നിര തന്നെ CITUവിലുണ്ടായിരുന്നു. മനസ്സിലായി. ആ CITUവും ഇപ്പുറത്ത് VS മാത്രം നിൽക്കുന്ന ഒരു വിഭാഗീയതയാണ് 1998 പാലക്കാട് സമ്മേളനത്തിൽ ഉണ്ടായത്. ആ പാലക്കാട് സമ്മേളനത്തിൽ VSനെതിരെ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു CITU. അങ്ങനെ VS കളത്തിലിറങ്ങി. VS കളത്തിലിറങ്ങിയിട്ട് ആരാണ് ഇതിനകത്ത് ജയിക്കുന്നത് എന്നറിയണം, അതിന് വോട്ടെടുപ്പ് വേണമെങ്കിൽ വോട്ടെടുപ്പ് തന്നെ വരട്ടെ എന്ന് VS തീരുമാനിച്ചു. ആരെവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാമല്ലോ. അന്ന് VSൻ്റെ ഏറ്റവും വലിയ ഒരു പോരാളിയായിരുന്നു ഇന്ന് ഈ തോൽസഞ്ചി ഇട്ടുകൊണ്ട് നടക്കുന്ന MA ബേബി. അന്ന് MA ബേബിക്ക് എനിക്ക് തോന്നുന്നത് 40 വയസ്സോ മറ്റാണ്. 98 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ 70 വയസ്സാണെങ്കിൽ അല്ലേ, അന്ന് 38-40 വയസ്സോ. അന്ന് ബേബി രാജ്യസഭാ മെമ്പറാണ്. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്താ? അന്ന് ഫേസ്ബുക്കില്ല, യൂട്യൂബില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. അന്ന് ബേബി VSന് വേണ്ടി കളത്തിലിറങ്ങിയിട്ട് ബേബി അന്ന് ലാൻഡ് ഫോൺ ഉപയോഗിച്ച് നടത്തിയൊരു പണിയുണ്ട്. അത് ഡൽഹിയിലെ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ്റെ മുറിയിൽ നിന്നാണ് ബേബി അത് ചെയ്തത്. പേര് ഞാൻ പറയുന്നില്ല, ലിയോയ്ക്ക് അറിയാം ആരാണ്. ആ മുറിയിലിരുന്നുകൊണ്ട് ബേബി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുഭൂരിപക്ഷം പ്രതിനിധികളെയും ബേബി നേരിട്ട് ബന്ധപ്പെട്ടു. അന്ന് ഈ വിഭാഗീയ പ്രവർത്തനം, ഗ്രൂപ്പ് പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന ഒരു സമയമല്ല. പക്ഷെ ബേബി ഇടപെട്ട് ആ സംസ്ഥാന സമ്മേളനത്തിൽ VSന് വേണ്ടി ബേബി നടത്തിയ പണിയുടെ ഭാഗമായി MM ലോറൻസ്, KN രവീന്ദ്രനാഥ്, ബാലാനന്ദൻ, IV ദാസ്, ഈ സ്റ്റാൾവാർഡ്സ് എല്ലാവരെയും ബേബി അന്ന് മലത്തിയടിച്ചു. ഏത് ബേബിക്ക് 40 വയസ്സുള്ള അങ്ങനൊരു ബേബിയെ ഇന്നത്തെ ചെറു പ്രായക്കാർക്കറിയില്ല. അവർക്ക് ഈ സ്വരലയ ബേബി അല്ലെങ്കിൽ അതല്ല ബേബി. യഥാർത്ഥം ബേബിയുടെ ഒരു അടിസ്ഥാന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പോൾ അന്ന് VSന് വേണ്ടി നിന്ന് ഈ പണി ചെയ്തു കൊടുത്ത ആളാണ് MA ബേബി. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമായിരുന്നു എന്നാണ്. കഴിഞ്ഞില്ല. ഞാൻ ഈ പകുതിയെ ബേബിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആ ബേബിയാണ് 2001 മറ്റോ കണ്ണൂർ സമ്മേളനം വന്നതുകൂടി. അപ്പം അന്ന് ബേബി VSന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ VSൻ്റെ കൂടെയാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ. പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ ചെറിയ പുലിക്കുട്ടികൾ മാത്രമായിരുന്നു. അന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് ഈ പണി VSന് വേണ്ടി ചെയ്തു കൊടുത്ത ആളാണ് ബേബി. എന്നാൽ കാലചക്രം കറങ്ങിത്തിരിഞ്ഞ് കണ്ണൂർ സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ ബേബി പിണറായിയുടെ ആളായി മാറി. പിന്നെ അതതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നപ്പോഴാണെന്നറിയോ, 2005 മലപ്പുറം സമ്മേളനത്തിൽ VSനെ മലത്തിയടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് MA ബേബിയാണ്. കാരണം ഞാനന്ന് VSനോടുണ്ട്, എനിക്കറിയാം. മനസ്സിലായില്ലേ? അന്ന് ആ സമ്മേളനം സംബന്ധിച്ചിട്ടുള്ള മാധ്യമ വാർത്തകൾ പുറത്ത് ചോർത്തിക്കൊടുക്കുന്നതിൽ ഇതിനകത്തിരുന്നുകൊണ്ട് നിർണായക പങ്ക് ബേബി വഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ പ്രധാനമായിട്ടെന്ന് ബേബി ഉപയോഗിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. അപ്പോൾ ബേബി എന്ന് പറയുന്നയാൾ ഇന്ന് കേരളത്തിൽ CPMലുള്ളതിൽ ഏറ്റവും വലിയ കളിക്കാരനാണ്. ആ ബേബി ആദ്യം VSന് വേണ്ടിയും പിന്നെ പിണറായിക്ക് വേണ്ടിയും ഈ പാർട്ടി സംവിധാനത്തെ കയ്യിലിട്ടിങ്ങനെ കറക്കിയവനാണ് MA ബേബി. അപ്പോൾ ഏത് വശത്ത് നിന്നും കളിക്കാനുള്ള വശമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ബേബി ആവുന്നത് പിണറായി വിജയൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം പിണറായി വിജയൻ ഇത് രണ്ടും കണ്ടതാണ്. ബേബി VSന് വേണ്ടി കളിക്കുന്നതും പിണറായി വിജയൻ കണ്ടതാണ്, പിണറായിക്ക് വേണ്ടി ബേബി കളിക്കുന്നതും പിണറായി വിജയൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരാൾ ഇപ്പം വന്നു എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഓമിനസ് ആണ്. ഓമിനസ് എന്ന് പറഞ്ഞാൽ അപകടമാണ്, ഒരു അപകട സൂചനയാണ്. നമ്മൾ ഈ ഓമൻ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ല, ഈ പ്രേതത്തിൻ്റെ
അതിനകത്ത് ചില സൂചനകളൊക്കെ കാണുമ്പോൾ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ അപകടമാണ് ഒന്ന്. ഓക്കെ. രണ്ട്, ബേബിയുടെ ഉള്ളിൽ കത്തുന്ന കനലായിട്ട് കിടക്കുകയാണ് പിണറായി വിജയനെതിരായിട്ടുള്ള വിരോധം. എന്താ കാരണം? ബേബി പിന്നെ സീനിയർ നേതാവായിരുന്നു. ബേബി 2006-2011 പിന്നെ VS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബേബി 2014 കൊല്ലം മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിശ്ചയിച്ചു. അന്നത്തെ പിണറായി വിജയൻ്റെ ഒരു പരനാറി പ്രയോഗം, ആ പരനാറി പ്രയോഗത്തിലാണ് തലയും കുത്തി ബേബി വീണത്. അന്ന് തലയും കുത്തി ബേബി പ്രേമേന്ദ്രനെതിരെ വീഴുമ്പോൾ ബേബി കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു. ഏറ്റവും സമുന്നതനായ തലയും കുത്തി അവിടെ വന്നു. അന്ന് തുടങ്ങിയതാണ് ബേബിക്കുള്ള പക. ഇനി ബേബിയെ ചവിട്ടി തെറിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു പിണറായി. കാരണം 2014 ആ പരനാറി പ്രയോഗം പറഞ്ഞ് ബേബിയെ തോൽപ്പിച്ചതാണ് പിണറായി. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്താ? 2-3 സംഭവങ്ങളുണ്ടായി. ഒന്നാമത്തെ സംഭവം എന്താ? കോടിയേരി ബാലകൃഷ്ണൻ രോഗം വന്നപ്പോൾ അയാൾ അവധിയെടുത്തപ്പോൾ ബേബി സംസ്ഥാന സെക്രട്ടറി ആവണമെന്നായിരുന്നു പോളിറ്റ്യൂറോ വിചാരിച്ചത്. പിണറായി സമ്മതിച്ചില്ല. ബേബിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് വെറും നേഴ്സറി കുട്ടി മാത്രമായിരുന്ന വിജയരാഘവനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി ചാർജ് കൊടുത്തു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പം ബേബി പാർട്ടി സെക്രട്ടറി ആവണമെന്ന് പോളിറ്റ്യൂറോ ആഗ്രഹിച്ചു, കൊടുത്തില്ല. ഗോവിന്ദൻ മാസ്റ്ററെ മന്ത്രിസ്ഥാനം വെച്ചാൽ ബേബിക്കിട്ട് കർണക്കുറ്റിക്കിട്ട് അടി കൊടുക്കുന്ന പോലായിരുന്നു. കാരണം ബേബിയെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള, ഇത്രയും കഴിവുള്ള, ഇത്രയും ബന്ധങ്ങളുള്ള, ഇംഗ്ലീഷും ഇതൊക്കെ നല്ലപോലെ അറിയാവുന്ന ആളെ മാറ്റി നിർത്തിയിട്ടാണ് മന്ത്രിസ്ഥാനത്തു നിന്ന് ബേബിയേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി. അത് മൂന്നാമത്തെ. നാലാമത്തെ പ്രശ്നം എന്താ? സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ പാർട്ടി കോൺഗ്രസ് വരെ കോർഡിനേറ്റർ ആക്കും ബേബിയെ എന്നാണ് എല്ലാവരും ധരിച്ചത്. അതും പിണറായി വിജയൻ വെട്ടിയിട്ടാണ് കാരാട്ടത്. ഇപ്പോഴും പിണറായി വിജയൻ ഇയാളാക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ബേബിയുടെ മനസ്സിൽ കിടക്കുകയാണ്. ബേബി പണിയെടുക്കും. പക്ഷെ അത് ഫസ്റ്റ് ഡേ മൂലമൊന്നും ബേബി പണിയെടുക്കില്ല. ഇപ്പോൾ ബേബി പിണറായി വിജയൻ്റെ മകൾക്ക് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റാണ്, അതിലൊന്നും തെറ്റൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നയിക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ആവേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ബേബിക്ക് ഇനി 4 വർഷമുണ്ട്. ഈ 4 വർഷം കൊണ്ട് ബേബി നല്ലപോലെ ജോലി ചെയ്യും. ബേബിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ബേബിയുടെ കയ്യിലേക്ക് പാർട്ടി വരും. ബേബിയുടെ കയ്യിലേക്ക് പാർട്ടി വരും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പോകുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തർത്ഥം. എന്നാണ് എനിക്ക്. അപ്പോൾ ഈ വരുന്ന 4 വർഷം CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഉണ്ട്. അല്ല, പാർട്ടി തിരിച്ചു വരും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലിയോ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിക്ക് ഇനി തിരിച്ചു വരവ് അസാധ്യം. ഉറപ്പാണോ? കാരണം പിണറായി വിജയൻ ഈ പാർട്ടി എത്രത്തോളം ചാണകക്കുഴിയിലാക്കിയിരിക്കുകയാണ് ഈ പാർട്ടിയെ. അതുകൊണ്ട് ഈ ബേബി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി എന്നുള്ളതുകൊണ്ടൊന്നും ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്രയേറെ വേരുകളുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ. അല്ല, വേരുള്ളത് കൊണ്ട് ജയിക്കാം. വേരുണ്ടായിരുന്നല്ലോ 2024-ലും. വേരിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ലല്ലോ. വേരുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള തോൽവികൾ പണ്ടും CPM നേരിട്ടിട്ടുണ്ട്. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും 2024 തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം ആയിട്ടാണ് ആഞ്ഞടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വേരും പൈസയൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അതിപ്പോൾ 2026 നടക്കാൻ പോകുന്ന കാര്യം നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ബേബിയുടെ വരവ് പിണറായി വിജയൻ്റെ വ്യാപാരമാകത്തെ എന്തോത്രത്തോളം അത് മാത്രമേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളൂ. അത് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ബേബി ക്ലിനിക്കൽ പൊസിഷനിൽ പണി തുടങ്ങും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ബേബി ഒഴിച്ച് ആര് ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും പിണറായി വിജയന് പിന്നെ ഇത്രയും ഭീഷണിയാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ CPM-ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ലിയോ? നമ്മളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, അധികാരമുള്ളവൻ്റെ കൂടെ ആളുണ്ടാവും. മനസ്സിലായില്ലേ? ഇത്രയും നാൾ പിണറായി ആയിരുന്നു അധികാരി, അതുകൊണ്ട് പിണറായിയുടെ കൂടെ. ഇനി പിണറായി അല്ല അധികാരി എന്ന് മാത്രമല്ല, പിണറായിക്ക് ബദലായിട്ടൊരു അധികാര കേന്ദ്രം പിണറായിയുടെ മുകളിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ്റെ ഡൗൺഫോള് ഇപ്പം ഞാൻ പറഞ്ഞു. ഇപ്പം പിണറായിൻ്റെ മകൾക്കൊരു സമൻസ് കിട്ടി, സ്വാഭാവികം പോളിറ്റ്യൂറോട് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും പ്രകാശ് കാരാട്ടിൻ്റെ ഒരു പഴയ വാദം അവിടെ കിടപ്പുണ്ട്. എന്താണ്? ലാവലിംഗ് കേസ് വന്നപ്പോഴത്തേക്കും പിണറായി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം പ്രകാശ് കാരാട്ട് പറഞ്ഞതെന്ന് അറിയുമോ? അത് പാർട്ടി സ്ഥാനമല്ലേ, പാർട്ടി സ്ഥാനം രാജിവെക്കേണ്ട കാര്യം. പാർലമെൻ്ററി സ്ഥാനം ആണെങ്കിൽ രാജിവെച്ചാൽ മതി. അപ്പോൾ പാർലമെൻ്ററി സ്ഥാനത്താണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. സ്വാഭാവികമായും പിണറായി വിജയൻ്റെ ഓപ്ഷനായിട്ടല്ലല്ലോ ബേബി വന്നത്. നാളെ ഇവർക്ക് സമൻസ് വന്നു. സമൻസ് വന്നതിനെ തുടർന്ന് പോളിറ്റ്യൂറോ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിണറായി വിജയനെതിരായി ഒരു തീരുമാനം വരുന്നതിന് എന്താ തടസ്സം?
ഇത് പാർട്ടിക്ക് പ്രശ്നമാണ്. പിണറായി വിജയൻ മാറണമെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ നാളെ ഒരു പ്രമേയം വരാം. പിണറായി വിജയൻ അതിനെ പിന്നെ ന്യായീകരിക്കാനായിട്ട് പിണറായി വിജയനോട് ഭൂരിപക്ഷം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് പിണറായി വിജയൻ പോവുകയാണ്. ബേബി ഒരു 1-ാം നമ്പർ സ്കീമറാണ്. ബേബി ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ പാർട്ടി പിടിച്ചു കൊടുത്ത ആളാണ്. പാർട്ടി പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അന്ന് പിന്നെ മലത്തി അടിച്ചത് CPM-ന്റെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറയാവുന്ന നേതാക്കന്മാരെയാണ്. ബാലാനന്ദനെയും KN രവീന്ദ്രനാഥിനെയും പിന്നെ MM ലോറൻസിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ അധികാരത്തിൻ്റെ പിന്നക്കളിൽ നിൽക്കുമ്പോൾ, ഒരു എപ്പിട്ടോമിൽ നിൽക്കുമ്പോഴാണ് 40 വയസ്സുള്ള ബേബി അവരെ അന്ന് അടിച്ച് തൂത്ത് ദൂരെ കളഞ്ഞത്. മനസ്സിലായി? അവസാനം ബേബി ആർക്ക് വേണ്ടി 98-ൽ നിന്നോ ആ നേതാവിനെയും 2006-ൽ ബേബി ഔട്ടി തെറിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ബേബി എല്ലാ തരത്തിലും ഇതിനകത്ത് കളി പഠിച്ച ആളാണ് ബേബി. ബേബിക്കുള്ള ബന്ധങ്ങൾ ചെറുതല്ല. ബേബിക്ക് മറ്റു പാർട്ടികളിലുള്ള ബന്ധം ചെറുതല്ല. ബേബിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. ബേബിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടി കമ്മിറ്റിയിലൊക്കെ, സെൻട്രൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റിയുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണുള്ളത്. എന്ന് മാത്രമല്ല, ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് ഈ പാർട്ടിയെ പൊക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ബേബി നടത്തണ്ടേ? വരുമല്ലോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആ ശ്രമം നടത്തണമല്ലോ. ആ ശ്രമം നടത്തണമെങ്കിൽ ഈ പാർട്ടിയെ പൊളിക്കാനും ഈ പാർട്ടിയെ ജീർണിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നിലപാടെടുത്താൽ മാത്രമേ കഴിയുള്ളൂ. ചെറിയ മീനല്ല ബേബി. അല്ല, ബേബി ചെറിയ മീനല്ലെന്നല്ല, ബേബി ഒരു തിമിംഗലമാണ്. പരൽ മീനല്ല, തിമിംഗലമാണ്. ബേബി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും സൂചിപ്പിക്കുന്ന, പിണറായി വിജയൻ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന വെളുക്ക ചിരിയും ചിരിച്ചുകൊണ്ട് തുണിസഞ്ചി ഇട്ടുകൊണ്ട് ബേബി എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പിണറായി വിജയനൊക്കെ കിയ എന്ന് പറഞ്ഞ കാറിലൊക്കെ AK സെൻറ്ററിൽ മുമ്പിൽ കമ്മിറ്റിക്ക് വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരു ചുമന്ന തുണിസഞ്ചി ഇട്ടുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് നടന്നു വരുന്ന ബേബിയാണ് ഈ പാർട്ടി കമ്മിറ്റിയുള്ളത്. പക്ഷേ അതങ്ങനെയാണ്. പക്ഷെ അത് ഈ ബേബി യഥാർത്ഥത്തിലൊരു സൂപ്പർ സ്റ്റാറാണ്. നമ്മുടെ ലൂസിഫറിലൊക്കെ ഉള്ള നെടുമ്പള്ളി സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലൊരു ഒരു ഒരു പുതിയ കാലത്തെ ഒരു നെടുമ്പള്ളി സ്റ്റീഫനാണ് ബേബി എന്ന് കാത്തിരുന്നോ നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബേബിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കും, പിണറായി വിജയൻ എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ നേരിടുന്നത് എന്നും. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തതിന്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.